പ്രതിരോധത്തിൻ്റെ ഏതു കോട്ടയെയും അത് ന്യായമല്ല എങ്കിൽ ഉടയ്ക്കാനും ന്യായമാണെങ്കിൽ ആ കോട്ട തന്നെയായി രൂപപ്പെടാനും കഴിയുന്ന ശേഷി VS-നുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ എന്നിവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ശ്രീ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, PC വിശ്വനാഥ് തുടങ്ങിയവരെല്ലാവരും അവിടേക്ക് എത്തുന്നു. ദർബാർ ഹാളിലെത്തി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരെ ഉൾപ്പെടെ കണ്ട് അവരോട് സംസാരിച്ച് VS-ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ എല്ലാവരുടെയും സഹപ്രവർത്തകനായിരുന്നു. അവരെയൊക്കെ ആശയപരമായി മുന്നോട്ട് നയിച്ച ഒരു വലിയ നേതാവാണ് ഓർമ്മയാകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ദർബാർ ഹാളിലേക്ക് ഓടിയെത്തുകയാണ്. നേതാക്കൾ എന്നുള്ളതല്ല, സമൂഹത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളായിരുന്ന എല്ലാവരെയും, എല്ലാ വിഭാഗങ്ങളെയും കൈചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയ നേതാവ് എന്നുള്ളത് തന്നെയാണ് VS-നെ കുറിച്ച് കാലം ഓർത്തെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ നമ്മൾ പറഞ്ഞു 67 അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു. അതിനുശേഷവും ആ കന്നിപ്രസംഗം മുതൽ അങ്ങോട്ട് എല്ലാ കാലത്തും അദ്ദേഹം ഓരോ തവണയും ആ രീതിയിൽ പ്രസംഗത്തിൻ്റെ നിയമസഭാ പ്രശ്നാവതരണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ AKGയാണ് അദ്ദേഹം എല്ലാ കാലത്തും മാതൃകയാക്കിയിരുന്നത് എന്നുള്ളത് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഓർത്തെടുത്ത് പറയാറുണ്ട്.